അച്ഛൻ നിങ്ങളുടെ രോഗങ്ങൾ, കലരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ആർഎസ്എസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, ജപ്തി നടപടികൾ, വിസ നടക്കാത്ത വിഷയങ്ങൾ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, കലഹങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, ഈ മേഖലകളെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധി. നിങ്ങൾ എന്തിനു വേണ്ടിയാണ്, എന്താണ് നിങ്ങളുടെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ, അത് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. And I put the Catholic Church with the power of Jesus Christ, with the meritorious symbol of Holy Priesthood, I bless the Holy. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈ മക്കളെ കർത്താവ് നീ ആശീർവദിക്കണമേ. ഈശോ കർത്താവ്, ഓരോ മകനും മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്ന, ജോലിയില്ലാതെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, പരീക്ഷ തോറ്റ് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിസ പ്രോത്സാഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജപ്തി നടപടിയുള്ളവർ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജീവിതത്തിൻ്റെ വിവിധങ്ങളായ രോഗങ്ങൾ, പീഡകൾ, കടങ്ങൾ, സങ്കടങ്ങൾ എല്ലാവരും കർത്താവിൻ്റെ ദിവസത്തിന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 പ്രിയമുള്ളവരെ, ഒക്ടോബർ 25-ാം തീയതിയാണ് നമ്മുടെ മരിയൻ ജപമാല റാലി. ഇവിടെ നിന്ന് അർത്തിങ്ങപ്പള്ളിയിലേക്ക് രാവിലെ 6 മണിക്ക് ജപമാല റാലി ആരംഭിക്കാം. അപ്പം നിങ്ങൾ ഡേറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തിടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഓർപ്പിക്കുന്നത്. ബാക്കി അതിൻ്റെ വിഷയങ്ങളെല്ലാം അറിയിക്കും. പിന്നെ ഒരു ജാഗ്രത വേണം. നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് പോവുകയാണ്. ഒക്ടോബർ 25 ജപമാല റാലി. ഓക്കെ അല്ലേ? നിങ്ങളുടെ ബാക്കി വിഷയങ്ങൾ, ഓരോരുത്തരുടെയും സങ്കട വിഷയങ്ങൾ മൗനമായി ദിവ്യകാരുണ്യ തിരുസന്നിധിയും ഈശോയുടെ അമ്മയുടെ മാധ്യസ്ഥത സമർപ്പിക്കേണ്ട സമയമാണിത്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആശീർവാദിക്കാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദേവതാവേ നന്ദി, ദേവതാവേ മഹത്വം, ദേവതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളിലെ മനുഷ്യന് അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ, അതിനെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യാനുള്ള പഠന മുറകളാണ് ഉടമ്പടിയിലുള്ളത്. വൈദ്യം ശാസ്ത്രമാകുമ്പോൾ ഓരോരോ രോഗത്തിന് ഓരോരോ മരുന്നുകളും അതിൻ്റെ ഉപയോഗിക്കുന്ന വിധങ്ങളും ഡോസേജുകളും ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോരോ വിഷയത്തിനും ഓരോരോ പരിഹാര മാർഗങ്ങളാണ്. ഈ പരിഹാര മാർഗങ്ങൾ അതിൽ തന്നെ വളരെ വ്യക്തവും കൃത്യവുമാണ്. ഉടമ്പടിയിൽ വരുന്ന ഒരു വീക്ക് പോയിന്റ്, എല്ലാത്തിനും അതിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ടാവും, വീക്ക്നെസ്സും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മളൊരു പേഴ്സണൽ അസസ്മെൻറ്റ് നടത്തും, വ്യക്തിപരമായൊരു വിലയിരുത്തൽ, ഈ വിഷയം അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മൾ അസസ് ചെയ്യും. നമുക്ക് അതിനുള്ള പവർ എന്താണ്, എവിടെയാണ് നമുക്ക് ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യം തന്നെ ശരി പറയും, അച്ഛാ എനിക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അവർ പറയണത് എനിക്ക് കേൾക്കാൻ എനിക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഹിയറിങ്ങിന് ഞാൻ പോവും. ഞാൻ റൈറ്റിങ്ങിന് ഓക്കെയാണ്. അതുപോലെ തന്നെ IELTSൻ്റെ സ്പീക്കിങ്ങിന് ഞാൻ ഓക്കെയാണ്, റീഡിങ്ങിന് ഞാൻ ഓക്കെയാണ്. പക്ഷേ അവരുടെ ഫോണറ്റിക്സ് എനിക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ട് റീഡിങ്ങിന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല എന്ന് പറയും. അതാണ് നമ്മുടെ വീക്ക്നെസ്. നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയണത്, നമ്മൾ ഓക്കെ ആണെന്ന് പറയുന്നതെല്ലാം നമ്മുടെ സ്ട്രെങ്താണ്. ഉടമ്പടിയിലും ഇതുപോലെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓക്കെയാണ്, നമ്മൾ സ്ട്രെങ്ത് ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കും. ഒരു ഉടമ്പടി മിനിമം പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പം നിങ്ങൾ തന്നെ ഓർക്കും, ഇത്രയും കൊച്ചു പ്രാർത്ഥനയല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് വലിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാനാണെന്ന് നിങ്ങൾ ഓർക്കും. ആ പ്രാർത്ഥനയുടെ ഡോസേജ് അതിൽ 20% ഉള്ളൂ. ബാക്കി 30% കാരുണ്യ പ്രവൃത്തികളാണ്, 50% ഇവാഞ്ചലൈസേഷനാണ്.
സുവിശേഷ വിശ്വാസ കൈമാറ്റം. എപ്പോഴും ഞാൻ പറയുന്നു, എല്ലാ ദിവസവും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളിതിനെ മുഴുവൻ ഒരു പ്രാർത്ഥനയാക്കി അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. 80% പ്രാർത്ഥനയാക്കും. കാര്യം നമ്മൾ പരിചയിച്ചത് അതാണ്. പക്ഷെ ഉടമ്പടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇതിൻ്റെ ഫോർമാറ്റ് നേരെ ഓപ്പോസിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവൻ പറയുന്ന പോലെ ചൊല്ലുകയല്ല നമ്മൾ ചെയ്യണത്, അവൻ പറയുന്ന പോലെ ചെയ്യുകയാണ്. അതിൻ്റെ കാരണം അതൊരു ഫോർമുലയാണ്. മനുഷ്യൻ രക്ഷപ്പെടാനും ഇല്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് അവൻ പറയുന്ന പോലെ ചെയ്യുക. അത് എത്രയോ വർഷമായിട്ട് സഭയിൽ ആ വചനം സുവിശേഷം വായിക്കുന്നതാണ്. പക്ഷെ കൃപാസനത്തിൽ അത് വായിച്ചപ്പോൾ അതിൻ്റെ പാസ്വേഡ് കൂടി തന്ന്, പാസ്വേഡ് ഇല്ലാതെ നമുക്ക് എന്തുകൊണ്ടും ചെയ്യാമല്ലോ. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒത്തിരിയേറെ സൈറ്റുകളുണ്ട്. പക്ഷെ ചിലതിന് നമ്മൾ പേയ്മെൻ്റാണ്, പൈസ കൊടുത്താൽ മാത്രമേ ഫർദറായിട്ട്. ഇപ്പം നമുക്ക് ഒരു എസ്സേ, ഇപ്പം ChatGPT ഒക്കെ നമുക്ക് ഒരു എസ്സേ ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ ചില പുസ്തകങ്ങളുടെ ആന്തരിക കണ്ടൻറ്റുകൾ വേണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തണം, പൈസ കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പം വചനത്തിൻ്റെ ഒരു അവസ്ഥ അതാണ്. വചനം വായിക്കുമ്പോൾ കിട്ടുന്നതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓരോ വചനത്തിനും പാസ്വേഡുണ്ട്, പേയ്മെൻറ്റ് നടത്തിയിട്ട് കിട്ടുന്നത്. കൃപാസനത്തിൽ ഈ 2:5 യോഹന്നാൻ്റെ സുവിശേഷം 2:5 അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള വാക്ക് 2000 വർഷങ്ങളായിട്ട് ഇവിടെ വായിക്കപ്പെടുന്നതാണ് സുവിശേഷത്തിൽ. പക്ഷെ അതിനകത്തൊരു ഉടമ്പടി ഇരിപ്പുണ്ടെന്നുള്ളതാണ് കൃപാസനത്തിന് കിട്ടിയ പ്രത്യേക വെളിപാട്. അതിന് ശരിക്കും പേയ്മെൻ്റാണത്. അതെന്ത് പേയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ ചെയ്തത് 2003 ഒരു വർഷം മുഴുവനും അഖണ്ഡ ജപമാല, 1000 മണി ജപമാല, 6 ദിവസത്തെ മഴയെന്നൊക്കെ പറഞ്ഞ പോലെ 6 ദിവസത്തെ കൊന്തമുണ്ടായിരുന്നു ഇവിടെ. രാത്രിയും പകലും ജപമാല ചെല്ലും. ഒരു മണിക്കൂർ പോലും, ഒരു മിനിറ്റ് പോലും കളയാതെ രാത്രിയും പകലും തോരാതെ ഇങ്ങനെ ജപമാല ചെല്ലുമായിരുന്നു ഇവിടെ. ഒരു കൂടാരമൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ അകത്തിരുന്ന് ഓരോരോ ഗ്രൂപ്പുകൾ വന്ന് അണമുറിയാതെ ഇങ്ങനെ ജപമാല ചെല്ലുമായിരുന്നു 2003. അത് ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് തുടങ്ങിയത്. പിറ്റേ കൊല്ലം ഒക്ടോബർ മാസത്തിലാണ് അത് തീരണത്. 2004 ആണ് ആ അണമുറിയാത്ത ജപമാല തീരണത്. അതിനുശേഷം 2004 ഒക്ടോബർ 25-ന് തീരുമ്പോൾ ഡിസംബർ ആയപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് പ്രത്യക്ഷപ്പെട്ടെങ്കിലും ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സിൽവർ ഗിരയിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിൻ്റെ വലിയ ഒരു ഇമ്പാക്റ്റ് ആ ദിവസങ്ങളിൽ ഇല്ലാതിരുന്നത്. എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയില്ല. തോന്നുന്നത് വെച്ചാൽ ആ പരുവക്കേടായിരുന്നു അന്നത്തെ കാലം. അതൊക്കെ ഇവിടെയൊക്കെ ഇത് തുടങ്ങി വരുന്നൊരു സമയമാണ്. അപ്പം അതുകൊണ്ട് സഭയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. ഇത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ വല്ല തരികിട പരിപാടിയും കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്, അപ്പം എനിക്ക് ആ വിഷയത്തിൽ വല്ല സസ്പെൻഷനൊക്കെ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് മിണ്ടാതെ അങ്ങനെ നടന്നു. ഈ ജനങ്ങളോട് പറഞ്ഞ് നമ്മൾ പ്രത്യക്ഷപ്പെട്ട കാര്യമെങ്കിലും പ്രചരിപ്പിച്ചില്ല. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് 2014 അവസാനമായപ്പോൾ, സെപ്റ്റംബർ ആയപ്പോൾ വാടിപ്പെട്ടി പോയി. അവിടെ വെച്ചാണ് എനിക്കവിടെ കയറാൻ പറ്റാത്ത അമ്മയുടെ സന്നിധാനം, അവിടെയും മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പം അവിടെ സന്നിധാനത്തിൽ കയറാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ വന്ന് ഞാൻ ഡൗണായിട്ട് അങ്ങനെ പുറത്ത് നിൽക്കുകയും
വിജയകുമാറിനെ കൊണ്ട് ഞാൻ നേർച്ച ഇടിച്ചിട്ട് തിരിച്ചു പോന്നു. വിജയകുമാർ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ അച്ഛൻ കയറാത്തത്? ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്കിവിടെ കയറാൻ അനുവാദമില്ലെന്ന് പറയണം അമ്മ. ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. നീ അത് പൂത്തിവെച്ചിരിക്കുന്ന കാരണം നിനക്ക് മരണസമയത്ത് ഇതിനെ ഉത്തിരിപ്പ് കടവുണ്ടാകുമെന്ന്. കാര്യം അതെനിക്ക് പേടിയായിപ്പോയി. ഈ പ്രത്യക്ഷീകരണം ഇവിടെ പ്രഖ്യാപിക്കേണ്ട കാരണം ഇത്രയും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതായത് എൻ്റെ മരണസമയത്ത് ദൈവം നടത്തിയ ഈ വലിയ കാര്യം ലോകത്തോട് പറയാതെ മരിച്ചാൽ അത് ഉത്തിരിപ്പ് കടമാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ മുമ്പും പുറകും നോക്കാതെ ഇവിടെ വന്ന് 2015 അമ്മയെ പ്രതിഷ്ഠിച്ച്. അന്ന് പ്രതിഷ്ഠിച്ച മാതാവാണ് അവിടെ ഇരിക്കുന്നത്. അതായത് കൃപാസന മാതാവല്ല, ലൂർദ് മാതാവിൻ്റെ രൂപമാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. 4:30 വചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവന് വേദന കുറേ മാറി. അവൻ പറഞ്ഞു, എനിക്കിനി പോകാൻ പറ്റുമായിരിക്കും. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കോ. അവൻ അങ്ങനെ പോയി. അവന് പോയിട്ട് വന്നപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വേദനയൊന്നും തോന്നിയില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ ഓരോ ഐറ്റം, ഓരോ ഫിസിക്കൽ ഒരു 8 ഐറ്റം ഉണ്ട്. അതിനകത്ത് ഓരോ ഐറ്റം ചെയ്യുമ്പോഴും അവന് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഭാരപ്പെട്ട് നിരാശനാണ്. കാരണം എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഓരോ വെട്ടവും ഞാൻ ഈ ഓരോ റോപ്പ് കയറുന്നതിനായാലും കയ്യിലെല്ലാം ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ അവനെ വിട്ടിരുന്നത്. അപ്പോൾ അതെല്ലാം അവന് ഓരോന്നും അവന് ഒരു വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ അമ്മ ഇടപെടുകയും ആ ഓരോ ഐറ്റം കിട്ടാൻ അവന് ഇടയാവുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ തന്നെ വിശ്വാസം വർദ്ധിച്ചു. കാലിലൊരു വട്ടം കാലും അടുത്തിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇത് പൊട്ടൽ കാണുമായിരിക്കും, പ്ലാസ്റ്റർ ഇടണം. അപ്പോൾ അവന് ഫിസിക്കലിൻ്റെ ഡേറ്റ് അടുത്ത് വരുന്നത് കൊണ്ട് അവൻ പറഞ്ഞു, അമ്മേ ഈ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓടാനൊന്നും പറ്റത്തില്ലായിരിക്കും. ഞാൻ പറഞ്ഞു, നീ എങ്ങും പോവണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ആ വേദന 2-3 ദിവസം കഴിഞ്ഞ് അവന് സുഖമായിട്ട് ഓടാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റി. അതെല്ലാം മാറി. അവൻ്റെ വിശ്വാസം ഒന്നും കൂടെ വർദ്ധിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഒക്ടോബർ 17 അവന് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയുള്ള പേപ്പർ വന്നത്. ഞങ്ങളോട് ഒക്ടോബർ 10 ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിച്ച് അവന് കാശ് രൂപ കൊടുത്ത് അവൻ്റെ തോളിൽ തട്ടി സന്തോഷമായിട്ടാണ് അച്ഛനെ. അപ്പോൾ ആ ചിരി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്നുള്ള ഭയങ്കര അത്രയ്ക്കൊരു സന്തോഷം തോന്നി. അങ്ങനെ അവന് പോയി 10-ാം തീയതി 17-ാം തീയതി ആണ് അവൻ പോകുന്നത്. 16-ാം തീയതി അവന് പോയി. അവിടെ ചെന്നതിന് ശേഷം അതിന് മുമ്പ് ഇവിടെ 10-ാം തീയതി വന്നതിന് ശേഷം അവന് ഭയങ്കര പനിയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഗുളികയും മരുന്നും ഒക്കെ ആയിട്ടാണ് അവൻ 16-ാം തീയതി ഇവിടുന്ന് പോകുന്നത്. പക്ഷെ 17-ാം തീയതി രാവിലെ ഞാൻ 3 മണിക്ക് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് 7 മണിയായപ്പോൾ ഞാൻ 7 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ വരികയും വിശുദ്ധ കുർബാനയിൽ ഈ പടി കയറുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അവൻ്റെ മുമ്പിൽ ഇനി ഒരു മാർഗ്ഗവും ഇല്ല, ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അമ്മ അവനെ കാത്തോളണേ എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ഈ പടി ഇറങ്ങാൻ എന്നെ അനുവദിക്കണേ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ പടി കയറിയത്. ഇവിടെ വന്നിരുന്ന വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ കേട്ടതിന് ശേഷം ഞാൻ വെള്ളം പോലും കുടിക്കാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് തോന്നി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു 33 തവണ ചെല്ലണമെന്ന് എൻ്റെ മനസ്സിലേക്ക് വരികയും ഞാൻ അങ്ങനെ 33 തവണ ഈ പ്രാർത്ഥന ഇവിടെ ചൊല്ലി. അപ്പോൾ അച്ഛൻ 12 മണിയായപ്പോൾ അച്ഛൻ എല്ലാവരെയും കാണാം. അപ്പം ഞാൻ വിചാരിച്ചു, അമ്മേ ഇതുവരെ അവൻ വിളിച്ചില്ല, കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് അമ്മ എൻ്റെ മകനെ അനുഗ്രഹിച്ച ഈ സമയമാണ്. അങ്ങനെ പറഞ്ഞ 33-ാമത്തെ തവണ പ്രതീക്ഷ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് അവൻ്റെ ഫോൺ വിളിച്ചു, അമ്മേ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അവന് ഒരിക്കലും അത് കിട്ടത്തില്ല. കാരണം അവന് രാവിലെ തലേന്ന് മരുന്നൊക്കെ കഴിച്ച് ദേഹം വേദന ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് അവൻ പോയത്. രാത്രി ഗുളിക കഴിച്ചിട്ട് കിടന്നു, രാവിലെ ഒന്നും വെള്ളം പോലും കുടിക്കാതെ അവനെ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ കൊടുത്തു വിട്ടിരുന്നു. അവനതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അതിലേക്ക് പോയത്. പക്ഷെ അവൻ വീട്ടിൽ വന്ന് പറയുന്നത്, അമ്മ എനിക്ക് പറ്റത്തില്ലായിരുന്നു, കാരണം എനിക്ക് പനി കൊണ്ട് തീരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ അതെങ്ങനെ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയാണ് അവിടെ ഇടപെട്ടത് എന്ന് പൂർണ്ണമായി നീ വിശ്വസിക്കുക. കാരണം അത്രമാത്രം അവന് ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത് അവന് കിട്ടി. 12 മണിയായപ്പോഴത്തേന് അവൻ വിളിച്ചു പറഞ്ഞു കിട്ടി. അങ്ങനെ
പോയി. അത് കഴിഞ്ഞിട്ട് ശേഷം അവൻ്റെ വിശ്വാസം ഏറ്റവും കൂടുതൽ വർദ്ധിക്കാനായിട്ട് സാധിച്ചു. ഈ ഒക്ടോബർ 17 എല്ലാവരുടെയും റിസൾട്ട് വരാൻ തുടങ്ങി. അപ്പോഴേ അവൻ പറഞ്ഞു, അമ്മയെ റിസൾട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ അന്ന് റിസൾട്ട് വന്നില്ല. തിങ്കളാഴ്ച വന്നു, ചൊവ്വ ബുധൻ വ്യാഴമൊക്കെ നോക്കിയിരുന്നു, വന്നില്ല. വ്യാഴാഴ്ച ആയപ്പം വേറെ ഒരു ജില്ലയുടെ വന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മയെ ഞാൻ കൂട്ടി വെച്ചിരുന്ന മാർഗമുള്ളവർക്കെല്ലാം ഒരുപാട് റാങ്ക് പുറകിലാണല്ലോ വന്നത്, ഇപ്പം എന്താവും ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയുണ്ടല്ലോ, അമ്മയോട് നമ്മൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അമ്മ അവിടെ എല്ലാം നടത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒരു ടെൻഷനൊക്കെ തോന്നി. വെള്ളിയാഴ്ച രാത്രിയിൽ ഞാൻ ഉറങ്ങിയില്ല. കാരണം രാവിലെ ആയപ്പം ഒരു 3 മണിക്ക് എണീച്ച് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയെ കുറിച്ച് കുറച്ച് നേരം ഇരുന്ന് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് പുറപ്പാട് 14:14 തന്നത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിട്ടിരുന്നാൽ മതി. ഈ വചനം തന്നത് എൻ്റെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനുമാണെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ വചനം വെച്ച് ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി സമാധാനം തോന്നി. പിന്നെ അവൻ എന്തൊക്കെയോ ടെൻഷൻ കൊണ്ട് ഓരോന്ന് പറയുന്നെങ്കിലും ഞാനൊരക്ഷരവും പറഞ്ഞില്ല. കാരണം ഞാൻ ഉടമ്പടി, അച്ഛൻ്റെ പഴയ ഉടമ്പടി ധ്യാനവും സാക്ഷ്യം മാത്രം കേട്ടുകൊണ്ട് ഈ വ്യാഴം, വെള്ളി, ശനി, ഞായറൊക്കെ കഴിഞ്ഞു. തിങ്കളാഴ്ച രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇവന് ഇവിടെ ഞാൻ കാശുരൂപം കൊടുത്തിട്ട് പറഞ്ഞു, നീ ഉടമ്പടി തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ കാശുരൂപം വെച്ചുകൊണ്ടേ നിൻ്റെ റിസൾട്ട് നോക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ 5 മണിയായിട്ട് റിസൾട്ട് വരത്തുള്ളൂ, അമ്മ വന്നതിന് ശേഷമേ വരുത്തുള്ളൂ. ഞാൻ പറഞ്ഞു, അല്ല, ഇന്ന് അതിന് മുമ്പ് വരും എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് പറഞ്ഞിട്ട് ഞാനിത് കൊടുത്തിട്ട് പോയി. പക്ഷേ ഒരു 2:30 മണിയായപ്പോൾ അവനെന്നെ വിളിച്ചു, അമ്മേ റിസൾട്ട് വന്നു. പക്ഷേ ഞാൻ വിചാരിച്ച മാർക്കുള്ളവർക്കെല്ലാം ഒത്തിരി റാങ്ക്, പക്ഷേ എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടിയമ്മേ, അതുകൊണ്ടാണ് എനിക്ക് ഈ റാങ്കിൽ ഉന്നതമായ ഒരു റാങ്ക് കൊടുത്ത് പരിശുദ്ധ അമ്മ അവനെ അനുഗ്രഹിച്ചു. കാരണം അവന് ഏറ്റവും കൂടുതൽ വിശ്വാസമായിപ്പോയി. കാരണം അത്രത്തോളം അവന് ഭാരപ്പെട്ട അവസ്ഥ, ഒരിക്കലും അവന് ഓരോ അവസ്ഥയിലും അവന് പറ്റത്തില്ല എന്ന് തുറഞ്ഞ കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ ഇടപെട്ട് ഇത്രത്തോളം അനുഗ്രഹം ചൊരിഞ്ഞത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവന് അതിനു മുമ്പ് വിസികലൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് അമ്മയോട് നന്ദി പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഇപ്പോഴ് അവന് പഠിക്കുന്നത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും അതുപോലെ ബൈബിളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അവന് വേറെ ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടി, ഇപ്പോൾ ഈ മാസമുള്ള ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടി അവൻ പഠിക്കുന്നത്. ഇനിയും പരിശുദ്ധ അമ്മ അവനെ അനുഗ്രഹിക്കും എന്നും വരുന്ന ജോലി കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം, എൻ്റെ ജീവിത പങ്കാളിക്ക് സോറിയാസിസ് 4 വർഷമായിട്ട് സോറിയാസിസ് രോഗമായിരുന്നു. 2 കൈയിലും കാരണം ചോര കാരണം അത്രമാത്രം ഭാരപ്പെട്ട ഒരവസ്ഥ. കാരണം 4 വർഷം കൊണ്ട് പല ഹോസ്പിറ്റലിലും പല സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ അമൃതായി ഹോസ്പിറ്റലിൽ വരെ പോയി കാണിച്ചു. പക്ഷേ ഒന്നും കൊണ്ടും മാറുന്നില്ല. ഒരു മരുന്ന് പുരട്ടും, ഒരാഴ്ച കഴിയുമ്പം പിന്നെ മാറത്തില്ല, പിന്നെയും ചൊറിഞ്ഞിട്ട് ചോര വരിക. ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുക. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചോര വന്ന് അത് എനിക്ക് സങ്കടം വന്ന്. കാരണം രാത്രിയിൽ ഉറക്കമില്ല. രാത്രിയിൽ കട്ടിൻ്റെ കാലയിലൊക്കെ ഈ കൈ 2 ഇട്ട് തേക്കുക. കാരണം അപ്പോഴത്തേനും ചോര വരിക. അത്രമാത്രം അവസ്ഥയാണ്. അപ്പം ഞാൻ ഉടമ്പടി സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കരഞ്ഞ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പരിശുദ്ധ അമ്മ ആ നീലത്തിരിയിൽ ഒരു പച്ചത്തിരിയിൽ ഒരു നീലപ്രകാശം ആണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ ഇടപെട്ടുള്ളൂ എന്ന്. അങ്ങനെ അന്ന് ഒത്തിരി സങ്കടപ്പെട്ടു. കാരണം ആ ചോര വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. 2 കൈയിൽ നിന്നും പൊട്ടി ഒലിക്കുന്നൊരവസ്ഥയാണ്. പിറ്റേന്ന് അന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം അന്ന് മറ്റേത് ഉറങ്ങത്തില്ല രാത്രിയിൽ, കാരണം ഈ ചൊറിച്ചിൽ കൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല, എത്ര ഗുളിക കഴിച്ചാലും ഒന്നും മാറത്തില്ല. അപ്പം മരുന്നൊന്നും പിന്നെ കഴിക്കാതായി. അന്നേരം പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേന് ഇതിനൊരു വാട്ടം വെച്ച് തുടങ്ങി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് തൈലം ഞാൻ രാവിലെയും വൈകിട്ടും ഒക്കെ പുരട്ടാൻ തുടങ്ങി. അപ്പം പുരട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പോൾ ഒരു പാട് പോലെ നമ്മുടെ കൈകളുടെ കൂട്ട് തന്നെ അതെല്ലാം മാറി. ഒരു മരുന്നുമില്ല. ആ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥമാണ് അവിടെ ഇടപെട്ടത്. കാരണം ആ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ച ശേഷം ഇന്ന് വരെ പിന്നെ ആ ചൊറിച്ചിലോ ഈ രോഗത്തിന് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നില്ല. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ എൻ്റെ മകളുടെ BSc നഴ്സിംഗ് പരീക്ഷയുടെ പരീക്ഷ വിജയിക്കത്തില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയായിരുന്നു. അവൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പം അതിനു മുമ്പ് എന്നെ വിളിച്ചു. ഞാനിവിടെ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അവൾ പോകുന്നതിന് മുമ്പ് എൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച്, ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച്
ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ. ഞാൻ കാശ് രൂപമൊക്കെ കൊടുത്താണ് അവളെ വിട്ടത്. അങ്ങനെ അവൾ പരീക്ഷയ്ക്ക് പോയി. 2nd ക്ലാസ്സോടുകൂടി പാസ്സാകുവാൻ പരിശുദ്ധ അമ്മ അവളെ അനുഗ്രഹിച്ചു.